തമിഴ്നാട് വാൽപ്പാറയിൽ പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 8 വയസ്സുകാരന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. വാൽപ്പാറ താലൂക്ക് ആശുപത്രിയിലായിരിക്കും പോസ്റ്റ്മോർട്ടം. ഇന്നലെ വൈകുന്നേരമാണ് അസം സ്വദേശി നൂറിൻ ഇസ്ലാമിനെ പുലി ആക്രമിച്ചത്. സുരജ് സജിയാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. പറയൂ സുരജ്, കൂടുതൽ വിവരങ്ങൾ. ഒരു 6 വയസ്സുകാരിയെ പുലി പിടികൂടി 6 ആഴ്ച പോലും ആയിട്ടില്ല. അതിനിടയിലാണ് വീണ്ടും ഒരു കുഞ്ഞിന്റെ കൂടി ജീവൻ നഷ്ടമാകുന്നത്. അതിന്റെ ഞെട്ടലിലാണ് ഈ വാൽപ്പാറ നിവാസികൾ ആകെ ഉള്ളത്. ഇന്നലെ വൈകുന്നേരമാണ് ഈ തേയിലത്തോട്ടത്തിന് നടുവിലെ ഈ ലയത്തിന് മുന്നിലിരുന്ന് ഈ കുട്ടി കളിക്കുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരം 6:30യോടുകൂടി അതിനിടയിലാണ് പുലി കുട്ടിയെ ഇവിടെ നിന്ന് കടിച്ചുകൊണ്ടു പോകുന്നത്. പിന്നീട് കുട്ടിയെക്കുറിച്ച് വിവരമൊന്നും ഇല്ലാതിരുന്നതോടെ രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ ഇവിടെ ഈ ലയത്തിന് അല്പം മാറി ഈ തേയിലത്തോട്ടത്തിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം പുലി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹം എന്തായാലും വാൽപ്പാറയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകുകയും ചെയ്യും. ഈ സംഭവത്തിൽ ഈ വനംവകുപ്പിനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നുണ്ട്. കാരണം ഈ തോട്ടം തൊഴിലാളികളടക്കം താമസിക്കുന്ന ലയത്തിന് സുരക്ഷ കൂട്ടുമെന്ന് വനംവകുപ്പ് നേരത്തെയും അറിയിച്ചിരുന്നതാണ്. പക്ഷെ ഇതുവരെയും അത്തരം നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അതാണ് തുടർച്ചയായി ഇത്തരത്തിൽ ഈ തോട്ടം തൊഴിലാളികളടക്കം താമസിക്കുന്ന മേഖലയിൽ ഈ വന്യജീവി ആക്രമണത്തിന് ഇടയാക്കുന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സ്മിത, സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.